ഓക്കെ, ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്സ്, ഫസ്റ്റ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ. സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സിംഗിൾ കോർ കേബിളിന്റെ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ. ദെൻ തേർഡ് ടോപ്പിക് കപ്പാസിറ്റൻസ് ഓഫ് എ 3 കോർ കേബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, insulation resistance of a single core cable. The cable conductor is provided with a suitable thickness of insulating material in order to prevent leakage current. അപ്പം നമ്മുടെ കേബിൾ കണ്ടക്ടറിൻ്റെ മുകളിലായിട്ട് ഒരു സൂട്ടബിൾ തിക്നെസ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കണ്ടക്ടറിൻ്റെ മുകളിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലീക്കേജ് കറണ്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടക്ടറിന്റെ മുകളിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ പാത്ത് ഫോർ ലീക്കേജ് കറണ്ട് ഈസ് റേഡിയൽ ത്രൂ ദ ഇൻസുലേഷൻ. ഈ ഇൻസുലേഷൻ നമ്മുടെ ലീക്കേജ് കറണ്ടിന്റെ പാത്ത് റേഡിയലാണ്. ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ഇൻസുലേഷൻ ടു ലീക്കേജ് കറണ്ട് ഈസ് നോൺ ആസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ. അപ്പം ഈ ലീക്കേജ് കറണ്ടിന്റെ ഒപ്പോസിഷനെയാണ് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ എന്ന് പറയുന്നത്. For satisfactory operation, the insulation resistance of the cable should be very high. Satisfactory operation cable insulation resistance very high ആയിരിക്കും. Consider a single core cable of radius R1. Radius R1 ആണ് നമ്മുടെ ഒരു സിംഗിൾ കോർ കേബിൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് R1 ആണ്. ആൻഡ് ഇന്റേണൽ ഷെത്ത് റേഡിയസ് R2. അതിൻ്റെ ഷെത്ത് റേഡിയൻസ് R2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ. ലെറ്റ് L be the length of a cable and rho be the resistivity of the insulation. ഓക്കെ, ലെന്ത് തന്നിട്ടുണ്ട് L ആണ്, ഇൻസുലേഷന്റെ റെസിസ്റ്റിവിറ്റി റോ. ഓക്കെ, then therefore the insulation resistance of considered layer, ഒരു കൺസിഡേർഡ് ലെയറിന്റെ ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് റോ ഇൻറ്റു dx/2πxl. ഓക്കെ, then the insulation resistance of the wall cable insulation resistance എന്ന് പറയുമ്പോൾ R is equal to integral R1 to R2. ഓക്കെ, അതായത് നമ്മുടെ കണ്ടക്ടർ റേഡിയസ് R1 ടു ഇന്റേണൽ ഷെത്ത് റേഡിയസ് R2 അതിന്റെ ഇന്റഗ്രൽ ഇൻറ്റു ഈ ഒരു കൺസിഡേർഡ് ലെയറിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, therefore R is equal to R1, this value R1 to R2 rho dx/2πxl. ഇതിനകത്ത് നമുക്ക് എന്ത് കോമൺ വെളിയിലെടുക്കാം? റോ ബൈ 2πl, then ലിമിറ്റ് R1 to R2 1/x dx. ഓക്കെ, ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1/x dxന്റെ ലിമിറ്റ് നമുക്കറിയാം log x to the base e. സോ നമ്മൾ 1/x dxന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം log x to the base e. അതായത് നമ്മൾ R1 to R2 നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റോ ബൈ 2πl log R2 by R1 to the base e കിട്ടും. Okay, this shows that the insulation resistance of a cable is inversely proportional to its length. നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മുടെ ലെന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻ അതർ വേർഡ്സ്, if the cable length increases, its insulation resistance decreases. അതായത് നമ്മുടെ കേബിളിന്റെ ലെന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കേബിളിന്റെ ലെന്ത് ഡിക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ insulation resistance of a single core cable. Okay, next capacitance of a single core cable. A single core cable can be considered to be equivalent to 2 long coaxial cylinders. So നമ്മുടെ സിംഗിൾ കോർ കേബിളിനെ 2 long coaxial cylinder equivalent ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, then conductor or core of the cable is the inner cylinder, while the outer cylinder is represented by lead sheet which is at earth potential.
അതായത് കണ്ടക്ടർ ഓർ കോർ ഓഫ് ദ കേബിൾ, ഇതാണ് ഈ ഒരു കോറാണ് ഇവിടുത്തെ ഇന്നർ സിലിണ്ടർ. വൈൽ ദ ഔട്ടർ സിലിണ്ടർ, ഇതിനെയാണ് നമ്മൾ ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നർ സിലിണ്ടർ, ഇതാണ് നമ്മുടെ ഔട്ടർ സിലിണ്ടർ. ഓക്കെ, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ലെഡ് ഷീറ്റ്. Consider a single core cable with conductor diameter d and inner shed diameter d. ഈ ഇന്നർ സിലിണ്ടറിന്റെ ഡയമീറ്റർ ഡി ആണ്, സ്മോൾ ലെറ്റർ ഡി. സോ അതിന്റെ ഡയമീറ്റർ അതിന്റെ റേഡിയസ് വരുമ്പോഴത്തേക്ക് സ്മോൾ ലെറ്റർ d/2 വരും. ആൻഡ് ഇന്നർ ഷെഡ് ഡയമീറ്റർ, ഈ ഔട്ടർ സിലിണ്ടറിന്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണ്. സോ അതിന്റെ റേഡിയസ് വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ d/2 വരും. Let the charge per meter axial length of the cable be Q coulomb and epsilon be the permittivity of the insulation material between core and lead sheath. Obviously, epsilon is equal to epsilon 0 epsilon r, where epsilon r is the relative permittivity of insulation. Then consider a cylinder of radius x meter and an axial length of 1 meter. Okay. Axial length 1 meter, cylindrical radius x meter. Then the surface area of the cylinder is 2 pi x into 1. Surface area 2 pi into 2 pi x meter square. Therefore, the electric flux density at any point P on the considered cylinder is, നമ്മുടെ electrical flux density dx is equal to charge by surface area, that is equal to Q by 2 pi x charge per meter square. Then electric intensity at point P, Ex is equal to നമ്മുടെ electric flux density by surface area. Electric flux density അറിയാം, that is dx എന്താണ് Q by 2 pi x into E epsilon. നമുക്ക് Q by 2 pi x epsilon കിട്ടി, which is equal to Q by 2 pi x epsilon എന്താണെന്ന് അറിയാം, epsilon 0 into epsilon r. Okay. Work done in moving a unit positive charge from point P through a distance dx in the direction of electric field is Ex into dx. ഒരു പോയിന്റ് P at a distance dx മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ, Ex into dx. Hence the work done in moving a unit positive charge from conductor to sheath, which is potential difference V between the conductor and sheath, is given by V is equal to നമ്മുടെ inner conductor radius, that is small letter d/2, then outer conductor radius, that is capital D/2. Okay, small conductor radius d/2 and outer conductor radius capital D/2. Okay, V is equal to integral Ex into dx. Integral Ex നമുക്കറിയാം Q by 2 pi x epsilon 0 into epsilon r into dx, which is equal to Q by 2 pi epsilon 0 into epsilon r. കോൺസ്റ്റൻസ് നമ്മൾ വെളിയിൽ എടുത്തിട്ട് 1/x, ഇവിടുന്ന് 1/x മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കും. അപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1/x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x to the base c, അതിന് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലിമിറ്റ് എന്താ, ക്യാപിറ്റൽ d/2 സ്മോൾ d/2 ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q by 2 pi epsilon 0 into epsilon r log capital D by small d to the base e. Capacitance of a cable C is equal to Q by V ആണ്, which is equal to Q by V. നമുക്ക് ഈ കിട്ടിയ വാല്യൂ. ഓക്കെ, V എന്താ, Q by, this is V. അപ്പം Q by 2 pi epsilon 0 epsilon r log D capital D by small d to the base A. ഈ ക്യൂവും ക്യാൻസൽ, ഈ 2 pi epsilon 0 epsilon r ന്യൂമറേറ്ററിൽ പോകും. അപ്പം which is equal to 2 pi epsilon 0 epsilon r by log d by capital D by small d to the base c, which is equal to epsilon 0 നമുക്കറിയാം 8.854 into 10 raised to minus 12 ആണ് into epsilon r. Then log d by d to the base c, നമ്മൾ log eക്ക് നമ്മൾ 10 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഴുതിയേക്കുന്നത്. Then which is equal to epsilon r 41.4 log d by d to the base 10 into 10 raised to minus 9 കിട്ടും.
Then if the cable has a length of L meter, then capacitance of the cable. നമ്മൾ നേരത്തെ കേബിളിന്റെ ലെങ്ത് 1 ആയിരുന്നു എടുത്തത്. ഇനി നമുക്ക് കേബിളിന്റെ ലെങ്ത് L മീറ്റർ ആകുമ്പോഴത്തേക്ക് C is equal to epsilon R into L by 41.4 log capital D by small d to the base 10 into 10 raised to minus 9. ഓക്കെ, ഇവിടെ ലോഗ് ടു ദ ബേസ് ഇക്ക് നമ്മൾ ലോഗ് ടു ദ ബേസ് 10 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ. നെക്സ്റ്റ് ടോപ്പിക് കപ്പാസിറ്റൻസ് ഓഫ് എ 3 കോർ കേബിൾ. നമ്മുടെ 3 കോർ കേബിളിന്റെ കപ്പാസിറ്റൻസ് ആണ്. ദ കപ്പാസിറ്റൻസ് ഓഫ് എ cable system is much more important than that of a overhead line. നമ്മുടെ കേബിൾ സിസ്റ്റത്തിൽ കപ്പാസിറ്റൻസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇൻ കേബിൾസിൽ കണ്ടക്ടേഴ്സ് ആർ നിയർ ടു ഈച്ച് അതർ ആൻഡ് ടു എർത്ത് ഷെത്ത്. അതായത് നമ്മുടെ കണ്ടക്ടേഴ്സ് നിയർ ടു ഈച്ച് അതർ ആണ്. കണ്ടക്ടേഴ്സ് തമ്മിൽ എപ്പോഴും ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന, അതേപോലെ നമ്മുടെ ഷെത്തുമായിട്ട് കണ്ടക്ടേഴ്സ് എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡയലക്ട്രിക് ഓഫ് പെർമിറ്റിവിറ്റി മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ. അതായത് എയറിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള ഡയലക്ട്രിക് പെർമിറ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ കണ്ടക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ദ ഫിഗർ ഷോസ്, ഈ ഫിഗർ നോക്കിക്കോ. ദ ഫിഗർ ഷോസ് a system of capacitances in a 3-core belted cable used for a 3-phase system. Three-core belted cable capacitance കാണിച്ചിരിക്കുന്നതാണ് ഫിഗറിൽ. Then since potential difference exists between pair of conductors and between each conductor and the sheath, the electrostatic field are set up in the cable as shown in figure 1. ഈ ഫിഗർ കേട്ടോ. അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒരു പെയർ ഓഫ് കണ്ടക്ടേഴ്സ്, രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതേപോലെ ഒരു കണ്ടക്ടറും ഓരോ കണ്ടക്ടറും ഷെത്തും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഈ കേബിൾസിൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. അതാണ് ഫിഗർ 1 കാണിച്ചിരിക്കുന്നത്. These electrostatic field give rise to core capacitance, that is CC. Core to core capacitance നെയാണ് നമ്മൾ CC എന്ന് പറയുന്നത്. And conductor to earth capacitance CE as shown in figure 2. ഫിഗർ 2 കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ കണ്ടക്ടേഴ്സ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതേപോലെ കണ്ടക്ടറും ഷെത്തും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം കേബിളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. അതായത് കോർ ടു കോർ കപ്പാസിറ്റൻസ്, അതാണ് CC. ദെൻ conductor to earth capacitance, that is CE. core to core രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള കപ്പാസിറ്റൻസ് CC ആൻഡ് കണ്ടക്ടർ ഈ എർത്തും തമ്മിലുള്ള കപ്പാസിറ്റൻസ് that is CE. ഓക്കെ, അതാണ് ഫിഗർ 2 കാണിച്ചിരിക്കുന്നത്. The 3 CC are delta connector, whereas the 3 CE are star connector, the sheath forming the star point. അതായത് നമ്മുടെ കോർ ടു കോർ കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് CC. ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. കോർ ടു കോർ കപ്പാസിറ്റൻസ് CC ഇവിടെ ഡെൽറ്റ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് കണ്ടക്ടർ ടു എർത്ത് കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് CE ഇവിടെ സ്റ്റാർ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, അല്ലേ? അതായത് കോർ ടു കോർ കപ്പാസിറ്റൻസ് ഈ ഫിഗറിൽ കാണാം. കോർ ടു കോർ കപ്പാസിറ്റൻസ് ഡെൽറ്റ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മുടെ കണ്ടക്ടർ ടു എർത്ത് ആയിട്ട് ഉള്ള കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് CE ഇവിടെ സ്റ്റാർ ആയിട്ട്. ഓക്കെ, CC ഇവിടെ ഡെൽറ്റ ആൻഡ് CE ഇവിടെ സ്റ്റാർ. ഓക്കെ, the lay of a belted cable makes it reasonable to assume equality of each CC and each CE. അതായത് ഓരോ CCയും ഓരോ CEയുടെയും ഇക്വാലിറ്റി നമുക്ക് ഇവിടുന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. The 3 delta connector capacitance CC as shown figure 1. ഈ figure can be converted into equivalent star connector capacitance as shown in figure 2.
അതായത് ഈ ഫിഗറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു. ഈ ഫിഗർ എന്താ, ഡെൽറ്റ കണക്റ്റഡ് ത്രീ ഡെൽറ്റ കണക്റ്റഡ് കപ്പാസിറ്റൻസസ് സിസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇക്വാലന്റ് സ്റ്റാർ കണക്റ്റഡ് കപ്പാസിറ്റൻസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, it can be easily shown that the equivalent star capacitance C equivalent is equal to 3 times the delta capacitance CC. അതായത് നമ്മുടെ സ്റ്റാർ കപ്പാസിറ്റൻസ് സി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ കപ്പാസിറ്റൻസ് സി സിയുടെ 3 ടൈംസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, സി ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സി സി. ഓക്കെ, C equivalent is equal to 3 Cc. Okay. The capacitance between any two conductor of star and delta connector system must be the same. അതായത് നമ്മുടെ സ്റ്റാർ കണക്ടറുള്ള രണ്ട് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസും ഡെൽറ്റ കണക്ടറുള്ള രണ്ട് കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസും സെയിം ആണ്. Therefore Cc is equal to Cc plus half Cc is equal to half C equivalent ആണ്. Therefore C equivalent is equal to 3 into Cc. The system of capacitance shown in figure 3 in the previous slide reduces to equivalent circuit shown in figure 1. അതായത് ഈ ഒരു ഫിഗർ റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫിഗർ, ഓക്കെ, അതായത് നമ്മൾ ഡെൽറ്റയും സ്റ്റാറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരച്ച ഈ ഒരു ഫിഗർ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ടിലോട്ട് മാറ്റി. അതായത് അവിടുത്തെ ഡെൽറ്റയും സ്റ്റാറും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വരച്ചു. ഓക്കെ, therefore the whole cable is equivalent to 3 star connector capacitor each of the capacitance. അതായത് നമ്മുടെ വോൾ കേബിൾ എന്തിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ വരച്ചു, ഈ 3 സ്റ്റാർ കണക്റ്റഡ് കപ്പാസിറ്ററിന് നമ്മൾ ഇക്വലന്റ് ആയിട്ട് വരച്ചു. therefore ഈ Cn is equal to എന്താണ്, Ce plus C equivalent ആണ്. C equivalent എന്താണെന്ന് നമുക്കറിയാം, C equivalent is equal to 3 Cc ആണ്. so Cn is equal to Ce plus C equivalent. C equivalent എന്താണെന്ന് അറിയാം, therefore Ce plus 3 into Cc. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് Cn is equal to Ce plus C equivalent ആണ്, which is equal to Ce plus 3 into Cc. If Vph is the phase voltage, then charge and current Ic is given by Ic is equal to Vph by capacitive reactance per phase ആണ്. capacitive reactance per phase എന്ന് പറയുമ്പോൾ എന്താ, XC. അപ്പം Vph by XC, XC എന്ന് പറയുമ്പോഴത്തേക്ക് 1 by 2 pi FC ആണ് അല്ലേ. അപ്പം Vph by 1 by 2 pi FC. അപ്പം 2 pi FC മേളിൽ വരും, FC എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ Cn ആണ്. അപ്പം 2 pi F Vph into Cn. Okay, which is equal to 2 pi F Vph into Cn എന്താണെന്ന് നമുക്കറിയാം, Ce plus 3 into Cc. Next, measurement of Ce and Cc. Ceയും Cc മെഷർമെന്റ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. Although the core-to-core capacitance Cc and core-to-earth capacitance Ce can be obtained from the empirical formulas for belted cable, their values can also be determined by measurements. ഇപ്പം കുറച്ച് മെഷർമെന്റ്സ് വെച്ചിട്ട് നമുക്ക് സിയുടെയും സിയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. For this purpose, the following two measurements are required. In the first measurement, the 3 cores are bunched together, that is common, and the capacitance is measured between the bunched cores and the shunt. The bunching eliminates all the 3 capacitors Cc, leaving the 3 capacitor Ce in parallel. Therefore, if C1 is the measured capacitance, this test yield. അതായത് ഫസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 3 കോറ് ഒരുമിച്ചാക്കണം. 3 കോറ് നമ്മൾ ആദ്യമേ കോമൺ ടുഗദർ ആക്കണം. ഓക്കെ, ദെൻ ഈ 3 കോറും നമ്മുടെ ഷെത്തുമായിട്ടുള്ള കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. അതായിരിക്കും നമ്മളിവിടെ മെഷറുടെ കപ്പാസിറ്റൻസ് C1. ഓക്കെ, അതായത് 3 കോറ് നമ്മൾ ഒരുമിച്ചാക്കണം. ദെൻ ആ 3 കോറും ആ ഷെത്തും തമ്മിലുള്ള കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്ത് കിട്ടുന്ന കപ്പാസിറ്റൻസ് ആണ് C1. അപ്പം C1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു CE ആണ്. അപ്പം C1 നമ്മളിവിടെ മെഷർ ചെയ്ത് കിട്ടി. അപ്പം CE ഈസ് ഈക്വൽ ടു C1 by 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മെഷർമെന്റ് വഴി
നമുക്ക് സിഇയുടെ വാല്യൂ കിട്ടും. Second, in the second measurement, the two cores are quenched with the shed and the capacitance is measured between them and the third core. അതായത് സെക്കൻഡ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 കോറും ഷെത്തുമായിട്ട് നമ്മൾ ബെഞ്ച് ചെയ്യും. ഓക്കെ, 2 കോറും ഷെത്തുമായിട്ട് ബെഞ്ച് ചെയ്യും. ദെൻ ഇതും നമ്മുടെ തേർഡ് കോറുമായിട്ടുള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും. അതാണ് നമ്മുടെ ഇവിടുത്തെ മെഷേർഡ് കപ്പാസിറ്റൻസ് C2 എന്ന് പറയുന്നത്. ഫസ്റ്റ് മെഷർമെന്റ് എന്തായിരുന്നു? 3 കോറും ഒരുമിച്ച് ബെഞ്ച് ചെയ്യും. എന്നിട്ട് ആ 3 കോറും ഷെത്തുമായിട്ടുള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും. അതായിരുന്നു C1. ദെൻ ഇവിടെ സെക്കൻഡ് മെഷർമെന്റിൽ 2 കോറും ഷെത്തുമായിട്ട് ഒരുമിച്ച് ബെഞ്ച് ചെയ്യും. ദെൻ ഇത് നമ്മുടെ തേർഡ് കോറുമായിട്ടുള്ള കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും. This test yield 2cc plus Ce. If C2 is the measured capacitance, C2 is equal to 2cc plus Ce. As the value of Ce is known from first ടെസ്റ്റിൽ നിന്ന് നേരത്തെ ആദ്യത്തെ മെഷർമെന്റിൽ നിന്ന് നമ്മൾ Ce കണ്ടുപിടിച്ചു. ആൻഡ് C2 is found experimentally. ഇവിടെ നിന്ന് നമ്മൾക്ക് C2 കിട്ടും. Therefore, the value of Cc can be determined. അപ്പം നമുക്ക് Cc-യുടെ വാല്യൂ കിട്ടത്തില്ലേ? It may be noted here that if the value of Cn is equal to Ce plus 3cc is desired, it can be found directly by another test. ഓക്കെ, ഇതറിയാമെങ്കിൽ നമുക്ക് വേറൊരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് Cn-ന്റെ വാല്യൂ കിട്ടും. In this test, the capacitance between 2 core or line is measured with the third core free or connected to the shed. അതായത് 2 കോറ് അല്ലെങ്കിൽ 2 ലൈന്. ഓക്കെ, അതും നമ്മുടെ തേർഡ് കോറ് അല്ലെങ്കിൽ ഷെത്തുമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് അവിടുത്തെ കപ്പാസിറ്റൻസ് നമ്മൾ this eliminate one of the capacitors Ce so that if C3 is measured capacitance, ഇവിടുത്തെ measured capacitance C3 ആണ്. C3 is equal to Cc plus Cc by 2 plus Ce by 2. Therefore half into Ce plus 3 into Cc which is equal to ഇതെന്താ നമുക്കറിയാം half into Cn.